ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇങ്ങനെ മുതലാന്ന് നോക്കിയാൽ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് അപ്ഡേറ്റഡ് സ്ക്രാം 440 ആണ് നമ്മുടെ ഇരിക്കുന്നത്. യെസ്, യു ഹേർഡ്. പ്രീവിയസ്ലി ഇത് സ്ക്രാം 411 ആയിരുന്നു. ഇപ്പോൾ വണ്ടി കുറച്ച് ബോറപ്പ് ചെയ്തിട്ട് 440 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ വിശേഷം കാരണം ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് പറഞ്ഞുതരാം. വണ്ടിക്ക് എത്ര ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്, എത്ര വേരിയൻറ്റ് വരുന്നുണ്ട്, അത് കൂടാണ്ട് തന്നെ അവസാനം ചെറിയൊരു ഫിനാൻസ് സ്കീമും കൂടി ലാസ്റ്റ് വീഡിയോയുടെ ഒപ്പം കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ വൈറ്റിലുള്ള കൈസ മോഡൽസ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വണ്ടി ഇപ്പോൾ ബോറപ്പ് ചെയ്തിട്ടുണ്ട്. പഴയ ഒരു 411 cc നിന്ന് ഇപ്പോൾ 440 cc, അത് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 443 cc ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ബോർ അവർ കൂട്ടി 78 നിന്ന് 81 ആക്കി. അതാണ് ഒരു cc കൂടാനുള്ള കാര്യം. അത് കൂടാണ്ട് തന്നെ പ്രീവിയസ്ലി ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു. ഇപ്പോൾ ഇതൊരു 6 സ്പീഡ് യൂണിറ്റ് ആയിട്ടുണ്ട്. സോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് മാറ്റങ്ങൾ അവിടെ ആയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് ഫുള്ള് കവർ ചെയ്ത് പറഞ്ഞുതരാം. ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ റോയൽ എൻഫീൽഡും കണ്ടെന്ന് പോലത്തെ ഒരു പുതിയ LED യൂണിറ്റാണ് സ്ക്രാമിനും വരുന്നത്. നമ്മുടെ പുതിയ ക്ലാസിക്, പുതിയ GT, നമ്മുടെ സൂപ്പർ മീറ്റിയോർ എല്ലാത്തിലും ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയേ ഉള്ളൂ, ഒരുപാട് ഇന്റൻസിറ്റി ഒന്നുമില്ല. ഈ ഒരു ഹെഡ്ലൈറ്റ് സറൗണ്ടിങ് നോക്കുവാണെങ്കിൽ അലുമിനിയം ആയിട്ടുണ്ട്. എന്നോട് ചോദിക്കുവാണെങ്കിൽ ചില ആംഗിളിൽ നിന്ന് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഐ പ്രിഫർ ഇതില്ലാത്തതാണ് കുറച്ചും കൂടി മെനാവും. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഴയ പോലെ തന്നെ ബൾബാണ്, അതിലൊന്നും മാറ്റില്ല. പിന്നെ ഒരു 41mm ഒരു 190 mm ട്രാവലുള്ള ഒരു ടെലസ്കോപ്പ് ഫോർക്ക് ഉണ്ട്. അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഒന്നും ആയിട്ടില്ല. ഇതിൽ നല്ലൊരു സസ്പെൻഷൻ ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. എസ്പെഷ്യലി നമ്മളിത് ഓഫ് റോഡ് കൊണ്ടുപോകുമ്പോഴത്തേക്കും അടിപൊളിയാണ്, നല്ല രസമാണ്. നമ്മുടെ ഹിമാലയൻ അത്രയില്ല, അത്യാവശ്യം ഇങ്ങനത്തെ റോഡൊക്കെ ഈസിലി എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഏകദേശം 190 mm ട്രാവൽ വരുന്നുണ്ട്. പിന്നത്തെ ഒരു മാറ്റം, യെസ്, നിങ്ങൾ ശ്രദ്ധിച്ചാണ് വണ്ടിക്ക് ഇപ്പോൾ അലോയ് വീൽസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടു കാണും, സ്പോക്ക് വീലുള്ള വേരിയന്റ് കണ്ടു കാണും. അതായത് വണ്ടി ഇപ്പോൾ ആക്ച്വലി 2 വേരിയന്റ് ആയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രയലാണ്. ട്രയൽ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്പോക്ക് വീലാണ് വരുന്നത്. പിന്നെന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് അലോയ് വീലും അത് കൂടാണ്ട് തന്നെ ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയർസും വരുന്നുണ്ട്. ട്രയൽ മോഡൽ ഇപ്പോഴും ട്യൂബ്ഡ് വീൽസോടാണ് ഇപ്പോഴും വരുന്നത്. ആ ഒരു പഴയ 411 സെയിം യൂണിറ്റ് തന്നെയാണ് ഇപ്പോൾ ട്രയൽ മോഡലിന് വരുന്നത്. നമുക്ക് പ്രൈസ് നോക്കുവാണെങ്കിൽ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. നമുക്ക് ഏകദേശം ട്രയലിന് വരുന്നത് 2.5 lakh ആണ് ഓണറുള്ളത്. അതായത് ആ 411 സെയിം പ്രൈസ് തന്നെയാണ് ഇപ്പോൾ 440 ബേസ്, അതായത് സ്പോക്ക് വീൽ വേർഷൻ. ഞാൻ ബേസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ ഒരു സ്പോക്ക് വീൽ വേർഷൻ കിട്ടുന്നത് നമുക്ക് ഈ ഒരു അലോയ് വീൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 2.8 ആവും. അതായത് ഓൺ റോൾ ഏകദേശം 30,000 രൂപ അധികം കൊടുക്കേണ്ടി വരും നമുക്ക് ഈ ഒരു അലോയ് വീൽസ് കിട്ടാനായിട്ട്. ഇത് അതിൽ റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പറ്റിക്കൂടാ, എക്സാക്ട് സെയിം ആണ്. ആ ഒരു ടയർ പ്രൊഫൈൽ ഒന്നും മാറ്റില്ല. ഫ്രണ്ടിൽ ഇപ്പോഴും 100/90 തന്നെ വരുന്നത്. 19 ഇഞ്ച് അലോയാണ്. ബാക്കിൽ നോക്കുവാണെങ്കിൽ 120/90/17 സെയിം പ്രൊഫൈൽ തന്നെയാണ്. സോ ഈസിലി സ്വാപ്പ് ചെയ്യാൻ പറ്റണം. പക്ഷെ നിങ്ങൾ നിയറസ്റ്റ് റോയൽ എൻഫീൽഡിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഇത് സ്വാപ്പബിൾ ആണോ അതോ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുമോ. ഈസിലി സ്വാപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഒരു അലൈ മാത്രം മേടിക്കാൻ കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് റോയൽ എൻഫീൽഡ് ചെക്ക് ചെയ്യുക. ഫ്രണ്ടിൽ ഡിസ്ക് സൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 300 mm ഒരു നോബൽ ഡിസ്ക് വരുന്നുണ്ട്. നമുക്ക് കാലിപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ വൈബ്രേഡ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കാലിപ്പേഴ്സ് വരുന്നത്. ഇതൊരു ആക്സിയൽ മൗണ്ട് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സ്റ്റേ വന്നിട്ട് ഇങ്ങനെയാണ് ബ്രേക്ക് കാലിപ്പർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് 12 ചാനൽ ABS ആണ്. അത് കൂടാണ്ട് വേണമെങ്കിൽ റിയർ ചാനൽ കംപ്ലീറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓയിൽ കൂളർ, പഴയ സെയിം യൂണിറ്റ് ആണ്, ഓയിൽ കൂളർ കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ ഏകദേശം 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. നമ്മുടെ റോഡിനൊക്കെ പക്കയാണ് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത്. ഈസിലി നമ്മുടെ കുണ്ടും കൂടിയൊക്കെ ചാടിപ്പൊക്കോളും. പിന്നെ റിയർ നോക്കുവാണെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ ഒരു മോണോഷോക്കാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 180 mm ആണ്. അതും അടിപൊളിയാണ്. നമ്മൾ കയറി ഇരിക്കുമ്പോഴത്തേക്കും വണ്ടി കുറച്ചൊന്നും ഇരിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ സെറ്റിംഗ്സിലാണ് ബാക്ക് ഇട്ടേക്കുന്നത്. ഫ്രണ്ടും സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ് ആണ്. സോ വളരെ കംഫർട്ടബിൾ റൈഡാണ്. ഞാൻ പറഞ്ഞ ആ ഒരു എഞ്ചിൻ, ആ ഒരു 441 cc. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ട്, മെക്കാനിക്സ് ഉണ്ട്, അവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞത് വൺ റിഫൈൻഡായിട്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം അപ്പോൾ ബോറപ്പായിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ വണ്ടിയുടെ പവറും കൂടിയിട്ടുണ്ട്. പ്രീവിയസ്ലി 24 bhp ആയിരുന്നു, ഇപ്പോൾ അത് 25 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഏകദേശം 1 PS അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ടോർക്ക് നേരത്തെ 32 ആയിരുന്നു, ഇപ്പോൾ 34 ആയിട്ട് കൂടിയിട്ടുണ്ട്. യെസ്, അപ്പോൾ പവറിലും ടോർക്കിലും ചെറിയൊരു ബമ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാണ്ട് തന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ടുണ്ട്. പക്ഷേ സാഡ്ലി നമുക്ക് സ്ലിപ്പർ ക്ലച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇത് പഴയ തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഹിമാലയൻ 411 സ്ക്രാം യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. പ്രീവിയസ്ലി ഒരു കാറ്റലിക് കൺവേർട്ടർ ഇവിടെ തിരുന്നേച്ചത് അതിപ്പോൾ താഴത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ആക്സസറി കയറിയിട്ടുണ്ട്. ഹിമാലയൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു എന്താ പറയുക റിയർ മാസ് സിലിണ്ടറിന്റെ ഒരു ഗാർഡ് കയറിയിട്ടുണ്ട്. പ്രീവിയസ്ലി നമുക്ക് ഹിമാലയൻ സ്ക്രാം 411 ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ ജസ്റ്റ് സ്ക്രാം 440 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ സെയിം ബോഡി പാനൽസ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. ആ ഒരു ഐക്കോണിക് ഒരു ചാടിയിരിക്കുന്ന ചെറിയൊരു പ്ലാസ്റ്റിക് പിറ്റൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ മെറ്റലാണ്, ഇതൊക്കെ മെറ്റലാണ്. നമുക്ക് ഏകദേശം 15 ലിറ്ററോളം ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഒരു
35 ഒക്കെ കിട്ടണം. ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ ഫ്രണ്ടിന് ഓടിച്ചപ്പോഴത്തേക്കും അറൗണ്ട് ഒരു 33 ആണ് ആവറേജ് കിട്ടിയത്. പിന്നെ അത്യാവശ്യം പൊളിച്ചോടിക്കുമ്പോഴത്തേക്കും വണ്ടി ഏകദേശം 28 ഒന്ന് താന്നു. അത് പക്ഷേ നല്ല വലിപ്പിച്ച് ഓടിച്ചിട്ടാണ്. നോർമൽ യൂസ് ആണെങ്കിൽ എങ്ങനെ വലിയൊരു 35 എന്തായാലും കിട്ടണം. എക്സാക്ട് സെയിം 795 mm സീറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു 5.5 ആണെങ്കിലും ഇരിക്കാൻ പറ്റും. പക്ഷേ ഈ സീറ്റിന് ചെറിയൊരു തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ചിലവർക്ക് ഈവൻ ദോ 795 ഉള്ളെങ്കിലും ടിപ്ടോ പോലെ പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ഷോറൂമിൽ വന്നിട്ടൊന്ന് ടെസ്റ്റ് കയറി നോക്കുക. ഇതൊരു സിംഗിൾ സീറ്റ് ആണ്. നമ്മുടെ ഹിമാലയൻ 411 നിർത്തി അതുകൊണ്ട് ഇപ്പോൾ ഇല്ല. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് തിക്കറാണ്. അത് കൂടാണ്ട് തന്നെ സിംഗിൾ സീറ്റാണ് വരുന്നത്. നമ്മുടെ ഹിമാലയൻ 411 സ്പ്ലിറ്റ് സീറ്റ് ആയിരുന്നു. പിന്നെ ഹിമാലയൻ 411 ഇവിടെ ഒരു റാക്ക് പോലത്തെ ഒരു പീസ് ഉണ്ടായിരുന്നു. അത് ഇതിലില്ല. ഇതിൽ ജസ്റ്റ് ഒരു ഗ്രാബ് റീൽ മാത്രമേ ഉള്ളൂ. ആ ഒരു സെയിം പഴയ എക്സോസ് തന്നെ വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു ജസ്റ്റ് ഇവിടെ നിന്ന് അവിടം വരെ. അപ്പോൾ ആ പൊട്ടലും ചെയ്തിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ സാധനമൊക്കെ ഇപ്പോഴും ഉണ്ട്. വളരെ റിഫൈൻഡ് ആയിട്ടുണ്ട്. തേർഡ് ഗിയറിലാണ് വഴി പോയത്. ഞാൻ പറഞ്ഞു നമുക്കിത് അവിടം വരെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നുള്ളൂ. അപ്പോൾ തേർഡ് ഗിയർ ഒരു ഇട്ട് നോക്കി. എഞ്ചിനിൽ ഒരു നോയ്സൊന്നും കേൾക്കുന്നില്ല. വൈബ്രേഷൻസ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു വൈബ്രേഷൻ ഇവിടെ കിട്ടുമായിരുന്നു, അതൊന്നുമില്ല. പക്ഷേ വണ്ടി ഇപ്പോഴും അലൈവ് എന്ന് പറയുന്നത് ഈ ഒരു എക്സോസിന്റെ ഒരു പൊട്ടലുകൊണ്ട് മാത്രമാണ്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 240 mm ഡിസ്ക് കാണാം. പിന്നെ വണ്ടിയുടെ വീൽ ബേസ് ആക്ച്വലി 5 mm കൂടിയിട്ടുണ്ട്. വണ്ടിയുടെ ആക്ച്വലി ഒരു ഷാസി അവർ ഒന്നും കൂടി റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 440 cc ആയല്ലോ, അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കൂടിയല്ലോ. അപ്പോൾ അത് താങ്ങാനായിട്ട് ഷാസി ഒന്ന് റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റ് 2 കിലോ കൂടി. ഇപ്പോൾ 187 കിലോ ആയിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അത് അത്രയ്ക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. വളരെ ഈസിലി ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. വണ്ടി ടോളാണ്, ലോങ് ആണ്. പക്ഷെ വണ്ടി ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്കിന്നിയർ ആണ്. സോ ഈസിലി നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് പറ്റും. LED ടെയിൽ ലൈറ്റ് കാണാൻ പറ്റും. ചെറിയ വ്യത്യാസമുള്ളത് തോന്നുന്നില്ല, സെയിം ആണ്. ആ ഒരു ടെയിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ബൾബ് ഇൻഡിക്കേറ്റർ. പിന്നെ ഇവിടെ ഒരു വളരെ മാസീവായിട്ട് ടയർ മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണോ എന്തോ ഭയങ്കര നിറഞ്ഞിരിക്കുകയാണ്. വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്. അതായത് നിങ്ങൾ സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി ഗിയറിലിട്ട് ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ചാടി ഓഫ് ആയി പോകും. ഗിയറിന് ഭാഗം നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ചെറിയൊരു ഡിസപ്പോയിൻമെന്റ് ഇവിടെയാണ്. കാരണം ത്രൂ ഔട്ട് ഓൾ മോഡൽ ഈവൻ 100 തൊട്ട് അവർ ടോപ്പ് ഓഫ് ദ ലൈൻ ടോപ്പ് മോഡൽ ഏതാണിപ്പോൾ ഷോർട്ട് ഗൺ ഓർ സൂപ്പർ മീറ്റർ എല്ലാത്തിനും ഇപ്പോൾ ആ ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ച് ഗിയേഴ്സ് ആയിട്ടുണ്ട്. ഇതിന് ആ ഒരു സ്വിച്ച് ഗിയേഴ്സ് അവർ കൊണ്ടുവന്നില്ല. ഈ ഒരു വണ്ടിക്ക് അത് കൊടുക്കായിരുന്നു. കാരണം ഇത്ര ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നതല്ലേ. പക്ഷെ നമുക്കിവിടെ വേറെ സ്വിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഹിമാലയൻ 411 കണ്ട സ്വിച്ചാണ് ABS എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ റിയർ ABS ഇപ്പോൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ ചാനൽ ABS ആയിട്ട് ഓടിക്കാം. പിന്നെ ഇവിടെ ഹൈ ബീം ലോ ബീം ബട്ടൺ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്, എഞ്ചിൻ ഗിൽ സ്വിച്ച് ഉണ്ട്. പിന്നെ കൺസോൾ ടോഗിൾ ചെയ്യാൻ ഹൈ ബട്ടൺ ഉണ്ട്, ഹസാർഡ് ഉണ്ട്, എഞ്ചിൻ ഗിൽ സ്വിച്ച് ഉണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് കയറി കാണിച്ചു തരാം. നമുക്ക് ആ ഒരു പഴയ സ്പൈക്ക് ആയിട്ടുള്ള ഫുഡ് പാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കയറിയിരിക്കുവാണെങ്കിൽ എൻ്റെ ഹൈറ്റ് 5.9 അടുത്താണ്. ഞാൻ പറഞ്ഞു എൻ്റെ പാൻറ് ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് ഹാഫ് ഫുട്ടാണ്. ടാങ്ക് ഭയങ്കര താന്നിരിക്കുന്നു. ഇതാണ് ആ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൺസോള് ഞാൻ പറഞ്ഞു ആ ഒരു 100 കണ്ടുന്ന സെയിം കൺസോളാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഇവിടെ ഉണ്ട്. ട്രിപ്പ് F മീൻസ് വണ്ടി റിസർവ്ഡിലാണ്. നമുക്ക് ഇവിടെ ABS ഉണ്ട്, ഫ്യൂവൽ ഇൻഡിക്കേഷൻ ഉണ്ട്, ബാറ്ററി അടിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹസാർഡ് ഇട്ടുണ്ട്, ഹസാർഡ് അകത്തുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട്. നമ്മൾ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓടോ, ട്രിപ്പ് B, ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ. വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇതിൽ വേറെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം സ്വിച്ച് ഗിയർ നമുക്ക് ആ ട്രിപ്പർ ഇതിന് ആക്സസറി ആയിട്ട് വരുന്നത്. യെസ്, ആ ഒരു 5000 കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആക്ച്വലി ട്രിപ്പർ കിട്ടും. ഒരു മാപ്പിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ടേൺ ബൈ ടേൺ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു ട്രിപ്പർ ഉണ്ട്. അത് ഈ വണ്ടിയിൽ ആക്ച്വലി ആക്സസറി ആയിട്ട് നിങ്ങൾ മേടിക്കേണ്ടി വരും. ഇനി ഇൻബിൽഡ് വരുന്നില്ല. കാരണം 2.8 കൊടുത്ത് മേടിക്കുന്ന ഒരാൾക്ക് ഒരു ആക്സസറിയും കൂടി കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇറങ്ങി വണ്ടിയുടെ എക്സോസ് നോട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. വളരെ റിഫൈൻഡ് ആയിട്ടാണ് കേട്ടോ. അത് നിങ്ങൾ എൻജിൻ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ റിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിഫൈൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഇല്ല ബാക്ക് ലൈറ്റ് സ്വിച്ചേഴ്സ് ഇല്ല. സൗണ്ട് കേട്ട് നോക്കിയോ. വളരെ റിഫൈൻഡ് ആണ്. ഫ്രഷ് വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും നോയ്സ് അവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് പുതുപുത്തൻ വണ്ടിയാണ്. നമുക്ക് ഷോറൂമിൽ നിന്ന് ഇത് ടെസ്റ്റ് ഡ്രൈവ് ആകുമ്പോൾ വണ്ടിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് ഇറക്കി തന്നതാണ്. എന്ത് റിഫൈൻഡാന്ന് നോക്കിയ വണ്ടി. ഇപ്പോൾ ആക്ച്വലി ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് നമ്മൾ ഇവിടെ വരുമ്പോൾ മാത്രമാണ്. കണ്ടോ, എക്സോസിലാണ് സൗണ്ട് കേൾക്കുന്നത്. ഞാൻ പയ്യെ ഒന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം. കണ്ടോ, പെട്രോൾ കുറവാണ്, അതായിരിക്കും. ആ ഒരു പൊട്ടലും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 411 ആ ക്യാരക്ടറൊക്കെ വണ്ടിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. സോ ഗായ്സ്, അത്രയൊക്കെ തന്നെ ഒരു കൊച്ചു വീഡിയോ. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ആക്ച്വലി അടുത്ത ആഴ്ച, അതായത് നെക്സ്റ്റ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ വീഡിയോ ഇടാം. ഫുൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. 3 month ബാക്ക് 411 ഓടിച്ചാണ്. സോ അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് വണ്ടി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. റിഫൈൻഡ് ആയോ, വൈബ്രേഷൻ സ്മൂത്ത് ആയോ, അങ്ങനെയുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, സോ പെയിൻ സ്കീം മാറ്റി എത്തി കഴിഞ്ഞാൽ വളരെ പാടാണ്. 411 ആണോ 440 ആണോ തിരിച്ചറിയാനായിട്ട്. നമുക്ക് ഈവൻ അപ്ഡേറ്റിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സോ
ക്ലച്ച് ലിവേഴ്സോ ഒന്നും വന്നിട്ടില്ല. വണ്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. ആ ഒരു പഴയ പ്രൈസിൽ തന്നെ അവർ കൊടുത്തു. ആ ഒരു ബേസ് വേരിയൻറ്റ്, ഐ മീൻ ട്രയൽ വേരിയൻറ്റ് ആ ഒരു പഴയ പ്രൈസ് തന്നെ കൊടുത്തു. അതും ഇത്ര അപ്ഡേറ്റും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. സോ അതൊരു നല്ല വാല്യൂ ഫോർ മണി തന്നെയാണ്. നമുക്ക് ഞാൻ പറഞ്ഞു ഓൺ റോഡ് പ്രൈസ് ട്രയൽ ആകുമ്പോഴത്തേക്കും 2.5 വരുന്നുണ്ട്. നമുക്ക് ഫോഴ്സ് ആകുമ്പോഴത്തേക്കും ഏകദേശം 2.8 അടുത്ത് ഓൺ 2.8 പ്രൈസും കാണാനൊക്കെ വരുന്നുണ്ട്. നമുക്ക് കളേഴ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 5 കളേഴ്സാണ്. അത് 2 കളേഴ്സ് ട്രയലിലും ബാക്കി 3 കളേഴ്സ് ഫോഴ്സിനാണ് വരുന്നത്. ഞാൻ കളേഴ്സ് ഇപ്പോൾ ഇട്ട് കാണിച്ചു തരാം. ഫോഴ്സിൻ്റെ കളേഴ്സ് എടുത്തിട്ട് ട്രയൽ അടിക്കാൻ പറ്റില്ല, ട്രയലിൻ്റെ കളേഴ്സ് എടുത്തിട്ട് ഫോഴ്സിനും അടിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ സൈഡിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫിനാൻസ് സ്കീം, ഏറ്റവും ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വെച്ചിട്ടുള്ള ഫിനാൻസ് സ്കീം ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് റെഫർ ചെയ്യുക പോസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.